എല്ലാവർക്കും നമ്മളെ പുതിയൊരു സാധനം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു വീഡിയോ നല്ല HD വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രിവ്യൂ കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്കും എടുക്കാം എന്ന് നമുക്ക് ഇന്ന് വീഡിയോ നോക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യം കുറച്ച് വീഡിയോസ് നമുക്ക് വേണമെന്ന് വെച്ചാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള വീഡിയോസ് നമുക്ക് ഇതിൽ വേണം. എന്നാലാണ് നമ്മൾ CC ഇടുമ്പോൾ ആ ഒരു രസത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഏതായാലും നമുക്ക് എഡിറ്റിങ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് നമുക്ക് ഈ ഒരു എഡിറ്റിങ്ങിന് ഈ ഒരു CCക്ക് നമുക്ക് 2 ആപ്ലിക്കേഷൻ സഹായമുണ്ട്. ഒരെണ്ണം അലൈറ്റ് മോഷൻ, പിന്നെ CapCut. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനും നിങ്ങളതിൽ വേണം. അപ്പോൾ നമുക്ക് ഈ എഡിറ്റിംഗ് നോക്ക്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. എന്നിട്ട് അതറിൽ പോയി കഴിഞ്ഞാൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്നൊരു സംഭവമുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കയറ്റണം കേട്ടോ. എന്നിട്ട് വീണ്ടും ആഡ് എഫക്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫുള്ളാക്കി വെക്കാം. ഫുള്ളാക്കി വെച്ച് വീണ്ടും ആഡ് എഫക്റ്റ് കയറണം. ആഡ് എഫക്റ്റ് കയറിയിട്ട് വേണം അടുത്ത എഫക്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അടുത്ത എഫക്റ്റ് എടുക്കാം. അടുത്ത എഫക്റ്റ് നമ്മൾ സാച്ചുറൻസ് ആൻഡ് വൈബ്രൻസ് ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ പോയാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ 80 അല്ലെങ്കിൽ 85% നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ വെക്കണം. എന്നിട്ട് അടുത്ത വീണ്ടും കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് അടിയിൽ താഴ്ച നമ്മൾ അവിടെ കളയുന്നുണ്ട്. വേണ്ടി പോയിട്ട് കളർ ടെമ്പറേച്ചർ എന്ന സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഒരു ഞാൻ അത്ര നമ്പറൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ ബാക്കിലോട്ട് അടിച്ചാൽ ഇത് ബ്രൗൺ ആവും. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇത് നീലയാവും. അപ്പോൾ ഈ നീല ഇത്തിരി ഈ ഒരു രീതിക്കൊക്കെ ആയാൽ നിങ്ങൾ ഇതിൽ പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കളർ ഫിൽ എന്നുണ്ട് അതിൽ പോവുക. അതിൽ പോകുമ്പോൾ ഇത് വൈറ്റ് ആക്കി കൊടുക്കാനുള്ള സംഭവം ഉണ്ടാവും. അപ്പോൾ അത് വൈറ്റ് ആക്കി കൊടുക്കാം. വൈറ്റ് ആക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി വെക്കാം. ഫില്ലാക്കി വെച്ചത് മുഴുവനായിട്ട് ഫുള്ള് വെച്ചാൽ വീഡിയോ മൊത്തം ഇടുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് കോൺട്രാസ്റ്റിൽ ഓവർലാക്കി വെക്കുക. ഓവർലാക്കിക്കുമ്പോൾ നമ്മളിങ്ങനെ കിട്ടുക, അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ ഇതാണ് നമ്മൾ അലൈൻ മോഷനിൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഇത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്തിട്ട് വേണം ഇനി അടുത്ത CapCutലേക്ക് പോകാൻ. ഇനി അടുത്ത പരിപാടി നമ്മൾ CapCutൽ പോകണതാണ്. CapCutൽ പോയിട്ട് നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ ആ വീഡിയോ ഇപ്പം നേരത്തെ എക്സ്പോർട്ട് ചെയ്തെടുത്ത വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഡയറക്റ്റ് പ്രൊജക്റ്റിലേക്ക് കയറും. ഇതുപോലെ പ്രൊജക്റ്റിലേക്ക് കയറും. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫക്റ്റിൽ പോയിട്ട് നമ്മൾ ഡ്രീമി ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഉണ്ട്. അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റും കൂടെ ചെയ്യണം കേട്ടോ.